ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ തേർഡ് ഡേ ആണ് കേട്ടോ സ്പൈസ് വില്ലേജിൽ. അപ്പോൾ ഇന്ന് നമ്മൾ ട്രെക്കിങ്ങിന് പോവുകയാണ്. ഇപ്പോൾ രാവിലെ തന്നെ നമ്മൾ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ട്രെക്കിങ്ങിന് പോകും. അപ്പോൾ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ബുഫേ ആണ്. പിന്നെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു ബുഫേയിൽ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് നമ്മളെ ഒരു നാച്ചുറലിസ്റ്റ് കാണും അസിസ്റ്റ് ചെയ്യാൻ. അവരുടെ കൂടെ ആയിരിക്കും നമ്മൾ പോകുന്നത്. അവരാകുമ്പോൾ നമുക്ക് നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ സ്പെഷ്യാലിറ്റി, അവിടെ കാണുന്ന ആനിമൽസ്, ഓരോരോ സ്പീഷീസിനെ പറ്റിയൊക്കെ അവർ നമുക്ക് പറഞ്ഞു തരും. ഓക്കെ, അപ്പം ആദ്യമേ നമ്മൾ നല്ല മൂഡിലൊക്കെ ആയിരുന്നേ. പക്ഷെ പിന്നീട് ആ ട്രെക്കിങ്ങിൻ്റെ ഓഫ് റോഡ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് വേദനയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം നമ്മളവിടെ ഇരുന്നപ്പോൾ ഈ മരം കാണാൻ നല്ല ഭംഗിയില്ല. നമ്മുടെ റിസോർട്ടിനകത്ത് തന്നെ ഒരു മരമാണ്. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ അവിടുന്ന് എടുത്തു. പിന്നെ നമ്മളെ അസിസ്റ്റ് ചെയ്യാൻ വരുന്ന നാച്ചുറലിസ്റ്റ് കോട്ടയത്ത് നിന്ന് തന്നെ ഉള്ള ഒരാളായിരുന്നു. അപ്പം ആദ്യമേ നമ്മൾ നല്ല മൂഡിലായിരുന്നേ ട്രക്കിങ്ങിനൊക്കെ. വലിയ പ്രശ്നമൊന്നും വിചാരിച്ചില്ല. പക്ഷേ പോകെ റോഡൊക്കെ നല്ല മഴയൊക്കെ പെയ്ത് ഓഫ് റോഡ് ട്രെക്കിങ് കൂടെ ആയ കാരണം നല്ല പണി കിട്ടി. നടുവിനൊക്കെ നല്ല വേദനയായിരുന്നു ഒരു ദിവസം. ഇപ്പം നമ്മൾ പോകുന്നത് ഒരു 3-4 സ്പോട്ടുണ്ട്. അവിടെ നമുക്ക് കൂടുതലും ഫോട്ടോസ് എടുക്കാം. വൈൽഡ് ആനിമൽസ് വരുന്ന ഏരിയയാണ്. വൈൽഡ് ആനിമൽസ് എന്ന് പറഞ്ഞാൽ കൂടുതലും ആന, കാട്ടുപോത്ത്, മ്ലാവ് ഇതിനെയൊക്കെയാണ് കൂടുതൽ കാണുന്നത്. അപ്പം നമ്മൾ ഏതായാലും അവിടെ എത്തുമ്പോഴേക്കും ഉച്ചയാവും. അപ്പോൾ ആ സമയത്ത് ഇവരെ കാണാൻ അങ്ങനെ ചാൻസ് ഇല്ല. കൂടുതലും രാവിലെ ഒരു 7 മണി സമയത്തായിരിക്കും ഇവർ വരുന്നത്. കാരണം അവിടെ ചെന്നപ്പോഴേക്കും അവർ പറഞ്ഞു രാവിലെ വന്നിട്ടുണ്ടായിരുന്നു ആനയൊക്കെ. അവിടെയുള്ള ആളുകൾ സ്ഥിരം കാണുന്നില്ല, അപ്പോൾ അവർക്ക് അറിയാൻ പറ്റും. അപ്പം നമ്മൾ ചെന്നപ്പം ബൈനോക്കുലർ ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് കുറച്ചുകൂടെ അടുത്ത് കാണാം. കാരണം മലയിൽ ഇവർ എപ്പോഴും കാണും ആനയൊക്കെ. അപ്പം നമുക്ക് അങ്ങനെ കാണാം. അല്ലാതെ നമുക്ക് കുറച്ച് അടുത്ത് നിന്നൊന്നും കാണാൻ പറ്റത്തില്ല. അതിനൊക്കെ രാവിലെ പോകേണ്ടി വരും. പക്ഷേ അടിപൊളി വ്യൂ ആയിരുന്നു. നമ്മൾ പോയ 3 സ്ഥലത്തും നല്ല വ്യൂ ആയിരുന്നു. പിന്നെ നമ്മളെന്തോ കാട്ടുപോത്തും മ്ലാവ് അങ്ങനെ എന്തോ കണ്ടു. അത് പിന്നെ ബൈനോക്കുലറിലൂടെയാണ് ശരിക്കും കണ്ടത്. നമ്മൾ ലൈവായിട്ട് കാണുന്നത് നമ്മൾ ഫോട്ടോയിൽ കാണുന്ന വ്യത്യാസമാണല്ലോ. അപ്പം അങ്ങനെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു. ആനയൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ ഈ ഒരു സീനറിയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ടാറിട്ട റോഡിൽ കൂടെയാണ് പോകുന്നത്. പിന്നെ നമ്മൾ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് റോഡിൻ്റെ അവസ്ഥ, ശരിക്കുള്ള ട്രെക്കിങ്ങാണെന്ന് മനസ്സിലായത്. പിന്നെ കഴിവതും പ്രായമായവരും കൊച്ചു കുട്ടികളുള്ളവരൊക്കെ ആണെങ്കിൽ മാക്സിമം പോവാതിരിക്കുക. കാരണം പോയാൽ നിങ്ങൾക്ക് തന്നെ അത് നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം നമുക്ക് തന്നെ കുട്ടികളുണ്ടായിട്ട് ഞാൻ ഒരാളെ കയ്യിൽ പിടിച്ചു, 2 പേരെയും പിടിക്കേണ്ടി വന്നു. കാരണം നമുക്ക് നമ്മളെയും പിടിക്കണം അവരെയും പിടിക്കണം, നമുക്കൊരു പിടുത്തം കിട്ടത്തില്ല. അതുപോലെയാണ് ആ റോഡിൻ്റെയൊക്കെ അവസ്ഥ. പിന്നെ നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് ഫോട്ടോസൊക്കെ എടുക്കാം, ആ ഒരു അഡ്വാൻറ്റേജേ ഉള്ളൂ. പക്ഷേ നമ്മളെപ്പോഴും ഹെൽത്തല്ല നമുക്ക് മെയിൻ. അപ്പോൾ അത് നമ്മൾ നോക്കുക. ഞാൻ കണ്ടിട്ടുണ്ട് ചിലർക്കൊക്കെ വോമിറ്റിംഗ് ടെൻഡൻസി വരും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ നേരത്തെ തന്നെ അവരോട് ചോദിച്ചു വെക്കുക എങ്ങനത്തെ റോഡിലൂടെ പോകുന്നത്. ഇപ്പോൾ ട്രെക്കിംഗ് പറഞ്ഞാൽ പല രീതിയിൽ ട്രെക്കിംഗ് ഉണ്ടല്ലോ. ഞാൻ നേരത്തെയും ട്രെക്കിങ്ങിന് പോയിട്ടുണ്ട്. പക്ഷേ അത് അത്ര പ്രശ്നമുള്ള ട്രെക്കിംഗ് ആയിരുന്നില്ല. കുറച്ച് കല്ലുകളൊക്കെ നിറഞ്ഞ ഒരു വഴി കൂടെയൊക്കെ അങ്ങനെയൊക്കെ പോയിട്ടുള്ളൂ. പക്ഷേ ഇതാണ് ശരിക്കുള്ള ഓഫ് റോഡ് ട്രെക്കിംഗ്. അപ്പം ആദ്യമേ നല്ല ചിരിച്ച് കളിച്ചൊക്കെ ഇരുന്നത്. പിന്നെ നമ്മുടെ റോഡിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ നമ്മൾ കുറച്ച് പാനിക്കായി. അപ്പം നമ്മൾ ആദ്യമേ പോയ സ്പോട്ടാണിത്. എല്ലാം ഞാൻ പറഞ്ഞില്ലേ 3 സ്പോട്ടുകളും അടിപൊളി സ്പോട്ടായിരുന്നു. നമുക്ക് ഫോട്ടോസ് എടുത്താൽ മതിയാകത്തില്ല. അതുപോലത്തെ സ്ഥലങ്ങൾ നമ്മൾ പോയത് മൊത്തം. അത് കാരണം നമ്മുടെ നടുവേദനയൊക്കെ നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ട്, അതൊക്കെ ഇവിടെയൊക്കെ ആന വരുന്ന സ്ഥലമാണ് കേട്ടോ. പിന്നെ അവിടെ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതകളൊക്കെ പറഞ്ഞു തരുവാണ് നമ്മുടെ നാച്ചുറലിസ്റ്റ്. അപ്പോൾ അവിടെ നിന്നാൽ തന്നെ നല്ല തണുത്ത കാറ്റൊക്കെ അടിക്കും.
നല്ല രസം. നമുക്ക് തിരിച്ച് വരാൻ തോന്നത്തില്ല, അവിടെ തന്നെ നിൽക്കാൻ തോന്നും, അതുപോലത്തെ സ്ഥലമാണ്. അപ്പം നമ്മുടെ ഡ്രൈവർ ചേട്ടനാണിത്. പിന്നെ നമുക്ക് ഉപ്പിലിട്ടതൊക്കെ കഴിക്കാനുണ്ടായിരുന്നു. നമ്മൾ കുറച്ചൊക്കെ വാങ്ങിച്ചു. എനിക്ക് പക്ഷെ ഒന്നും കഴിക്കാൻ തോന്നിയില്ല, കാരണം നമ്മുടെ വണ്ടിയിലിരുന്നതിന് നമ്മൾ ഒരവസ്ഥയിലെത്തി. അത് കാരണം കഴിക്കാൻ അങ്ങനെ തോന്നിയൊന്നുമില്ല. നമ്മൾ ഫോട്ടോസൊക്കെ നിറച്ചെടുത്തു. നല്ല ഭംഗിയായിരുന്നു, ബാക്ക്ഗ്രൗണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു മലയിലാണ് ഇതൊന്ന് കാട്ടുപോത്തോ മ്ലാവോ എന്തോ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ ഒരു സ്പെഷ്യൽ തത്തയാട്ടോ, അവിടെ കാണുന്നതാണ്. അത് നമുക്ക് നമ്മുടെ നാച്ചുറലിസ്റ്റ് പറഞ്ഞു തന്നാണ്, കാരണം ആ തത്ത നമ്മുടെ നാട്ടിലങ്ങനെ കാണാറില്ല. അപ്പം ഇവർക്ക് സത്യം പറഞ്ഞാൽ ഏതൊരു ആനിമൽ അല്ലെങ്കിൽ ഏതൊരു സ്പീഷീസിനെ കണ്ടാലും അവർക്ക് അതിനെപ്പറ്റി എല്ലാ ഡീറ്റെയിൽസും അറിയാം. അവർ സ്ഥിരം ഇങ്ങനെ പോകുന്ന കാരണം അവർക്ക് ആ ഒരു ഏരിയയെ പറ്റിയൊക്കെ നന്നായിട്ട് അറിയാം. ഇവരുടെ കൂടെ പോകുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ നല്ലത്, നമ്മൾ തന്നെ പോകുന്നതിനേക്കാളും. നമുക്ക് വേണേൽ തന്നെ വണ്ടി എടുത്ത് നമ്മുടെ വണ്ടിയിൽ വരാൻ സ്ഥലമൊക്കെ കാണാൻ. പക്ഷെ അതിലും നല്ലത് ഇങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ കൂടെ വരുന്നതായിരിക്കും. പിന്നെ ഈ സമയത്തൊന്നും നമ്മളെ വൈൽഡ് ആനിമൽസ് ഒന്നും അറ്റാക്ക് ചെയ്യാനൊന്നും വരത്തില്ല, അത് നമ്മൾ പേടിക്കണ്ട. പിന്നെ അവിടെ അതിനുള്ള വേലിയൊക്കെ അവർ കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ പശുക്കളെയൊക്കെ മേയ്ക്കാൻ ഇങ്ങനെ വിട്ടിട്ടുണ്ട് മൊത്ത സ്ഥലത്ത്. പിന്നെ ഉച്ച കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. പിന്നെ നമുക്ക് ട്രക്കിങ്ങിൻ്റെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ അവിടെ നിന്ന് വന്നു, നമ്മുടെ റിസോർട്ടിൽ വന്നു. ഇനി ലഞ്ച് കഴിക്കാനുണ്ട്. നമ്മുടെ അണ്ണാൻകുട്ടന്മാർ നമ്മൾ വന്നപ്പോൾ തൊട്ട് കാണുന്നതാണ് നമ്മുടെ റൂം. വന്നാൽ നമ്മൾ ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് ലഞ്ച് കഴിക്കാൻ പോകുന്നത്. അപ്പം ഈ ഒരു ദിവസം നമ്മൾ മൊത്തം ഇനിയിപ്പം ആഫ്റ്റർനൂൺ മൊത്തം നമ്മൾ റിസോർട്ടിൽ തന്നെയായിരുന്നു. കാരണം നാളെ നമ്മൾ പോകുമല്ലോ, അപ്പം നാളെ നമുക്ക് വലുതായിട്ടൊന്നും കാണാനൊന്നും പറ്റത്തില്ല ഇവിടെ. അപ്പം ഇന്ന് നമ്മൾ മാക്സിമം ഈ പ്ലാന്റേഷൻ മൊത്തം ഒന്ന് ചുറ്റി നടന്ന് കാണണം എന്നുള്ള പ്ലാനായിരുന്നു. ട്രെക്കിങ്ങിൻ്റെ ബാക്കി എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ, കാരണം അത്രയ്ക്ക് നമുക്ക് ഫോണൊക്കെ ഷെയ്ക്കായിട്ട് എനിക്ക് ഒന്നും വ്ലോഗ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അത് കാരണമാണ് ഞാൻ ബാക്കി അവിടെ വെച്ച് നിർത്തിയത്. പിന്നെ ഫോട്ടോസ് എടുത്ത് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞ് അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്ന് നമുക്ക് ഫുഡ് കിട്ടൂനപ്പം എന്തോ കറി വേണമെന്ന് പറഞ്ഞ് കിട്ടു വഴക്കടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാൻ താലി പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ വേറെ കുറച്ച് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചപ്പാത്തി, പനീറൊക്കെ. കിട്ടുവിന് എപ്പോഴും പനീറാണ് ഇഷ്ടം. പിന്നെ നമ്മൾ ഡെസേർട്ട് നല്ല പാൽപ്പായസമായിരുന്നു. പിന്നെ പായസത്തിനോട് ഞാൻ പപ്പടം കഴിക്കാറില്ല. പിന്നെ നമ്മൾ അടിപൊളി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ പിന്നെ തേനിക്ക് പോയി. അവിടുന്ന് തേനി കുറച്ച് അടുത്താന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെ പോയതാണ്. തേനി നല്ല ഫ്രഷ് മുന്തിരിയൊക്കെ കിട്ടുമല്ലോ, അപ്പോൾ അതിന് വേണ്ടി പോയതാണ്. ജ്യൂസൊക്കെ കിട്ടും നമുക്ക്. പക്ഷേ നമ്മളവിടെ ചെന്നപ്പോഴേക്കും കണ്ണൂസ് നന്നായിട്ട് ഉറങ്ങിപ്പോയി. അപ്പോൾ എനിക്ക് കുറച്ച് മുന്തിരി പാടത്തൊക്കെ ഇറങ്ങി ഫോട്ടോസ് എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ കണ്ണൂസ് ഉറങ്ങിപ്പോയ കാരണം നമ്മൾ പെട്ടെന്ന് തിരിച്ചു വന്നു കേട്ടോ. അവിടെ വരെ പോയിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും നമ്മുടെ ചായക്കടിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ നമ്മുടെ പ്ലാന്റേഷനൊക്കെ കറങ്ങി നടന്ന് കാണാമെന്ന് വിചാരിച്ചു. കാരണം ഇരുട്ടിയാൽ പിന്നെ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇപ്പം തന്നെ ഏകദേശം ഒരു 5 മണിയൊക്കെ കഴിഞ്ഞു. അവിടെ നിന്ന് തന്നെ പെട്ടെന്ന് ഇരുട്ട് വീഴും. അപ്പം നമ്മൾ നടക്കുമ്പോഴും മേലോട്ട് നോക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ കുരങ്ങന്മാരും എല്ലാം ചാടി വീഴുന്നുണ്ടെന്നൊക്കെ നോക്കിയിട്ട് തന്നെയാണ് നടക്കുന്നത്. നമ്മുടെ കയ്യിലൊന്നും ഇല്ലായിരുന്നു. കാരണം നമ്മളെപ്പോഴും എവിടെയെങ്കിലും പോയാൽ അങ്ങനെ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം മൊത്തം ആ ഒരു പ്രോപ്പർട്ടിയിൽ തന്നെ സ്പെൻഡ് ചെയ്യും. പിന്നെ അവിടെ കുറേ ഫ്രൂട്ട് ട്രീസ് ഉണ്ടായിരുന്നു.
watermelons. Litchi. മാംഗോസ്റ്റിൻ എന്നുവെച്ചാ ഒരു ഫ്രൂട്ടാ. നടക്കുവാണ ഉണ്ടാവട്ടെ. അയ്യോടാ ഇതുമാ. പിന്നെ അവിടെ ചെവിയിടിന് നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ. അതൊക്കെ ഇട്ടും ഇടയ്ക്ക് ചെവി പൊത്തുന്നത്. പിന്നെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ കായ്ച്ചിട്ടൊന്നുമില്ല. പിന്നെ കൂടുതൽ നമുക്കറിയാത്ത കുറേ വെറൈറ്റി ഫ്രൂട്ട്സൊക്കെ ഉണ്ട് അവിടെ. എല്ലാം കഴിക്കാവുന്നത് തന്നെയാണ്, ചിലതൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അപ്പം അതൊക്കെ നമ്മൾ അവരോട് ചോദിച്ചിട്ട് തന്നെയാണ് എല്ലാം പറിച്ചതൊക്കെ. അണ്ണാനെ ഒന്നും കാണത്തില്ല ഇനി, എല്ലാം വീട്ടിൽ കയറി. പിന്നെ നമ്മൾ റൂമിൽ വന്ന് കുറച്ച് റിലാക്സ് ചെയ്തു. പിന്നെ കണ്ണൂസും കിട്ടൂസും ഭയങ്കര കളിയായിരുന്നു റൂമിൽ വന്നിട്ട്. ഇത് പിന്നെ നമ്മൾ പോകുന്നതിൻ്റെ അന്ന് രാവിലെയാണ്. ആഹാ എന്താ സുഖം. അയ്യേ നീ എന്നെ പിടിക്കാൻ പറ്റില്ലേ? അയ്യോ കൈ വയ്യ കണ്ടോ, അതിന്റെ കൈ വയ്യ, അതിന്റെ കൈ വയ്യ. ചുമ്മാ പോയാ മതി. അതുണ്ടോ? പിന്നെ ഇത് ഇപ്പോഴാണ് ഫുഡ് നമ്മൾ ഇവിടുന്നാ കഴിക്കുന്നത്. അപ്പൊ എനിക്ക് കുഴപ്പമില്ല. ചപ്പാത്തിയും ബട്ടർ ചിക്കനും ഇന്നോളുക. ഇത്രയും പച്ചപ്പൊക്കെ ഉള്ള സ്ഥലത്ത് എങ്ങനെയായിട്ട് പോകാൻ പറ്റുന്നത്? അത് കളിച്ചിട്ട് എനിക്ക് ഒരു ചെറിയ പ്ലേറ്റിൽ കുറച്ച് ഉപ്പുമാവും മഷ്റൂമും എടുത്ത് എൻ്റെ ഞാൻ പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഹോട്ടലിൽ എനിക്ക് ഗിഫ്റ്റ് കിട്ടുന്നു. അങ്ങനെ ഒത്തിരി മെമ്മറീസ് ഒക്കെ ആയിട്ട് നമ്മൾ സ്പൈസ് വില്ലേജിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ നമുക്ക് ഇനിയും വേറെ ഒരു വ്ളോഗിൽ കാണാം. അതുവരേക്കും ബൈ.